ഇതുവരെ പുറത്ത് കൊണ്ടുവരാത്ത കഴിവില്ലെന്ന് മാത്രം പറയും. സിനിമ ഫീൽഡില് എന്തേലും ആക്ടിങ് എന്താ ലൈറ്റ് പിടിച്ചെടുക്കാറ് ഒന്ന് വാ തുറന്ന് എന്തേലും പറ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതിന് പക്ഷെ കഥയൊന്നും ഉണ്ടാക്കാനുള്ള സിനിമ മേഖല വർക്ക് ചെയ്യാൻ ഇഷ്ടം. എന്റെ കാര്യം എന്റെ അല്ല പറഞ്ഞു. എനിക്ക് സ്പോർട്സിനോടാ താല്പര്യം. കഴിയില്ലേ? അയ്യോ അമ്മ വെള്ളം എടുത്ത് എറിയുമ്പോ ഇവിടുന്ന് ഓടും. 30 വയസ്സിന് മേളിലുള്ളവരെ ഇന്റർവ്യൂ ചെയ്യല്. 40 ഇവരില്ലാത്ത കാര്യം മനസ്സിലാക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും നമുക്ക് വേണ്ടല്ലോ. വേറെ വിവരമില്ലാത്ത ആൾക്കാർക്കല്ലേ നമ്മളെ മനസ്സിലാവും. കെവിൻ ആൻഡ് ഫാമിലിയാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. എന്റെ കാര്യം പറഞ്ഞില്ല. കെവിൻ എവിൻ കെവിൻ ആൻഡ് ഫാമിലി. ഞാനാ ഇത് കെവിൻ ഇത് എവിൻ അല്ല. ഇത് എവിൻ ഇത് കെവിൻ അല്ല. ഞാനാ കെവിൻ. ഞാനതല്ലേ പറഞ്ഞു. ഇവന്റെ പേര് മാത്രം പറഞ്ഞ. സോറി, കെവിൻ ആൻഡ് എവിൻ ഫാമിലിയാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹാപ്പിയാണോ? പക്ഷെ ഇന്നത്തെ സ്റ്റാർ നിങ്ങൾ ആരുമല്ല. ഇന്നത്തെ സ്റ്റാർ ആരാ? ഇവിടെ കാണിക്കണേ. ഇതാണ് ഇന്നത്തെ സ്റ്റാർ. അറിയോ മറിയത്തിന് എത്ര ഫാൻസ് ഉണ്ട്? എനിക്കൊന്നും നിങ്ങളെ കാട്ട് ഫാൻസ് ഇപ്പൊ മറിയത്തിനെ കാണാൻ, മറിയത്തിന്റെ സംസാരം കേൾക്കാൻ, മറിയത്തിന്റെ വീഡിയോസ് കാണാൻ ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടം. സ്കൂളിലൊക്കെ കൂളിംഗ് ക്ലാസ് ഇട്ടുണ്ടെന്ന് ഈ നിങ്ങളുടെ ഞാൻ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പേ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടോണ്ടിരിക്കുക. 4 മാസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അത്യാവശ്യം ആളുകളൊക്കെ ഏറ്റെടുത്ത് ഭയങ്കര വ്യൂ ആണ്. എന്താ നിങ്ങൾ ഇത്ര ഇഷ്ടം ആളുകൾക്ക്? അവരോടല്ലേ ചോദിക്കുന്നത്. എടാ എന്നാലും പറയടാ. എങ്ങനെ അറിയാന്? നിങ്ങളുടെ ആരും സ്നേഹപ്രകടനം കഴിച്ചിട്ടില്ല അടുത്ത് വന്നിട്ട്? അയ്യോ അതുണ്ട്. ഉണ്ട് കൊറേ ആന്റിമാരും അമ്മച്ചിമാരും. എന്റെ അമ്മു അത് അവര് സ്നേഹത്തോടെ ആയിരിക്കും. പക്ഷെ ഇച്ചിരി സ്നേഹം കൂടിയിട്ടാണ്. അതെങ്ങനെയാ? ഇങ്ങനൊക്കെ ഇങ്ങനെ ആക്കിയൊക്കെയാ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇനി വന്നേന്ന് പറയും. എടുക്കും. എനിക്ക് നിങ്ങളെ കൊച്ചിലേ നമ്മള് കണ്ടേ ഇപ്പൊ നിങ്ങളെ നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെ ഫീൽ നമുക്ക് തോന്നാ. ആണോ? അങ്ങനെ മതിയായിരുന്നു. ഇതിപ്പോ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? ഇപ്പൊ കൊച്ചിലെ ഇവര് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ വീഡിയോസ് ചെയ്ത് ആളുകൾക്കൊക്കെ അറിയാം. നിങ്ങളെയും അതുപോലെ അറിയാം. ആൻഡ് വളരെ ഇന്റർവേർട്ട് ആയിട്ടുള്ള ആളെയും ക്യാമറയ്ക്ക് മുമ്പിൽ വരെ നിൽക്കുന്നു. അച്ചാച്ചൻ എങ്ങനെയാ അത്? എനിക്കിട്ടിപ്പോ നല്ല താങ്ങ് കിട്ടുന്നുണ്ട്. കാരണം പുറത്തിറങ്ങിയപ്പോ ഇറങ്ങാൻ മേലാത്ത അവസ്ഥ. ആണോ? ചേടാ എന്താ ഇവിടെ കാണിച്ചു വെച്ചിരിക്കണേ? അല്ലേ നിക്കേ, ഇത് ചേച്ചി ഇത് അളിയൻ ഒന്ന് പറഞ്ഞു വെച്ചേക്കില്ലേ? അമ്മ കമന്റ് വരും. അപ്പനും അമ്മയും മക്കളും ഇരിക്കുന്നു. ഓൾറെഡി ഇപ്പൊ ഭയങ്കര ഫേമസ് ആണല്ലോ. നിങ്ങളും അതുപോലെ ഫേമസ് ആണ്. അപ്പൊ ഈ പുറത്തൊക്കെ പോകുമ്പോ എന്താ റിയാക്ഷൻ? ഈ വീട്ടിൽ എത്രയും അങ്ങനെ അറിയാറില്ല. പുള്ളിയെ കാണുമ്പോഴത്തേക്കിന് ഇവരങ്ങനെ അളിയാന്നല്ല വിളിക്കുന്ന, അച്ചാച്ചാന്നാ വിളിക്കുന്ന, ചേട്ടാന്നുള്ള ഇതില്. ഞങ്ങൾ ഇവിടെ അച്ചാച്ചൻ എന്നാ പറയുന്നത്. പുള്ളി ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അളിയനാ. പേരും അറിയത്തില്ല. അളിയാന്നാ വിളിക്കുന്നത്. ഈയുടെ ഒരു കല്യാണത്തിന് ഇന്ന് പുള്ളിയുടെ പെങ്ങടെ കല്യാണത്തിന് പോയതാ. അവിടെ ചെന്ന് അവിടുത്തെ ക്യാമറാമാൻമാരും കണ്ടിട്ട് അളിയാ നീ നിക്ക് എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ അളിയനല്ല, അവളെന്റെ പെങ്ങളാണ്. അല്ല അളിയനാണല്ലോ. കോമൺ ആയിട്ട് മൊത്തത്തില് അളിയനാണ്. ശരിക്കും അവിടുത്തെ സ്റ്റാർ ആണോ പുറത്തു പോയി കഴിഞ്ഞാ? ആണോ? എനിക്കൊന്ന് പണ്ട് അളിയന് വേണ്ടി ഒരു പേർഷ്യ സോങ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കൊറേ തപ്പിപ്പോ പേർഷ്യ സോങ് ഒക്കെ അത് ആരാ പഠിപ്പിച്ചു ശരിക്കും? അത് പിന്നെ പണ്ട് അമ്മ പഠിപ്പിച്ചായിരുന്നു. അമ്മയുടെ ഒക്കെ പള്ളിയില് പണ്ട് എന്തോ ചെറിയൊരു ഇതായിട്ട് പഠിപ്പിച്ചതാ. അത് അമ്മ ചുമ്മാ പഠിപ്പിച്ചു. അന്ന് പഠിപ്പിച്ച അപ്പൊ പെട്ടെന്ന് ആദ്യത്തെ അച്ചാച്ചനായത് കൊണ്ട് അച്ചാച്ചനെ കണ്ടപ്പോ അങ്ങനെ അങ്ങ് പാടി. അത് പിന്നെ എന്നെ പറ്റി എന്താ കുറ്റം പറയാം അമ്മ? പറയല്ലേ ആ പാട്ട് ഓർമ്മയുണ്ടോ? അയ്യോ മറന്നുപോയി. അങ്ങനെയാണോ? ഇവർക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നാലും പാടില്ല അതൊക്കെ. ഇടയ്ക്കിടക്ക് ഹല്ലേലൂയ ഇടയ്ക്കിടക്ക് വരുന്നുണ്ട്. പള്ളിയില് നമ്മൾ ഈ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിനൊക്കെ അങ്ങനെ എന്തോ ജസ്റ്റ് സൺഡേ സ്കൂളിനോ അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞൊന്ന് പഠിപ്പിച്ച പാട്ടാ കുഞ്ഞില്. അത് ഇവന്മാരെ അമ്മയുടെ കാലത്ത്. അത് പിന്നെ വീണ്ടും ഇതിങ്ങനെ ആയി. അത് അച്ചാച്ചനിട്ടായി ആ സാധനം. ഇപ്പൊ നിങ്ങള് ഈ പല ഇൻസിഡന്റ് ഇപ്പം കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ കണ്ട ആളുകള്, പുറത്തു പോകുമ്പോ കണ്ട ആളുകള്, ചിലപ്പോ നമ്മുടെ വീട്ടിലെ കഥാപാത്രങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഇവരുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഒരാളുടെ ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ആരുടെ ക്യാരക്ടർ ആയിരിക്കും ചെയ്യാൻ പറ്റുക?
ഇമിറ്റേറ്റ് ഇമിറ്റേറ്റ് ചെയ്യാൻ? അമ്മയായിരിക്കും. അമ്മ ഡെയിലി കാണുന്നതല്ലേ, അപ്പം നിന്നെ കാണാറില്ല? കാണാറുണ്ട്, എന്നാലും അമ്മ ഇച്ചിരി കൂടെ അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അമ്മയാണ് ഇച്ചിരി എക്സ്പ്രസീവ്, അപ്പൊ അതുകൊണ്ട് അമ്മേനെയാണ് കൂടുതൽ. ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ അമ്മയാണ്. അമ്മയാണ്. രാവിലെ കണ്ണൊക്കെ തുറക്കുമ്പോഴേ പ്രസംഗമൊക്കെ വെച്ചോണ്ട് അടുക്കളയിൽ അമ്മ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് അമ്മേനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ എങ്ങനെയായിരിക്കും? അയ്യോ, അതിന് ആയുധങ്ങളൊക്കെ വേണം, ചട്ടുക, എന്തെങ്കിലും സാധനം വേണം, കണ്ണാടി വേണം, എന്നാലും പിന്നെ വോളിയം ബാക്കിയുള്ള മനുഷ്യന്മാരെക്കാളും ഇച്ചിരി കൂടുതലായിരിക്കും. അമ്മമാർക്ക് ജന്മനുള്ള സൗണ്ടിന് ഇച്ചിരി. എന്നാലല്ലേ ഇത്രയും പേരെ ഞങ്ങൾ ഇത്രയും പേരെ കൈകാര്യം ചെയ്യണ്ടേ? ഞങ്ങളെ ഒന്ന് വളർത്തി ഒരു പരുവ അപ്പനെയും കൂടെ വളർത്തും. അമ്മയ്ക്ക് 5 മക്കളാണ് പറയുന്നത്, 5 മക്കള്. 5 മക്കള് അപ്പനെയും കൂടെ കൈകാര്യം ചെയ്ത ഈ പരുവത്തിൽ തന്നെ അപ്പനും കളിയും ചിരിയും ബഹളവും. അപ്പൊ എല്ലാരും കൂടെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ ഒരു വോയിസ് ഒറ്റടുത്ത് പൊങ്ങിയാലല്ലേ പറ്റത്തുള്ളൂ. ശരിയാ. ചേച്ചി ഒരു അമ്മയായ സമയത്തെ അമ്മയെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നോ ചില മാനറിസ് ഒക്കെ? ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. എന്തൊക്കെ കാര്യത്തില് തോന്നിയേ? തീർച്ചയായിട്ടും ഉണ്ട്. വ്യത്യാസം വരത്തില്ല. അതുപോലെയൊക്കെ തന്നെ. പക്ഷെ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷല്ലേ? ചെറുപ്പം മുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് കൂടെ നിക്കാന്ന്. അത് എന്താ ഒരു വ്യത്യസ്ത അല്ലേ? പിന്നെ ഒന്നുമില്ല, നമുക്ക് ആ സമയം ഇഷ്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കൂടെ നിന്ന് ഇവരാണ് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാക്കി തന്നത്. താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്കങ്ങനെ വലിയ ഇപ്പോഴാണ് ഇതിനോട് ഇൻട്രസ്റ്റ് ആയത്. ഇപ്പൊ ഈ ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ. അല്ലെ ഞങ്ങള് ചുമ്മാ ചെയ്യുമായിരുന്നു, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, വെറുതെ നടക്കുമല്ലേ. അപ്പൊ പിന്നെ എന്തെങ്കിലും ചുമ്മാ ചെയ്യുന്നു. താല്പര്യമില്ല എന്ന് പറയല്ലേ, അങ്ങനെ പറയുമ്പോ നെഗറ്റീവ് പോലെ. നെഗറ്റീവ് വരുമെന്നല്ല പറഞ്ഞ, നെഗറ്റീവ് പറയുന്ന പറ്റി അത്ര വിവരം ഇല്ലായിരുന്നു, അതാണ് സത്യം. അമ്മമാർക്ക് അങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് ഇവിടുന്ന് തగ్గടിയുന്നുണ്ട്, ഇപ്പോഴും വിവരമൊന്നും ഇല്ലാന്ന്. അതിനോട് ചോദിച്ചാൽ കറക്റ്റ് സ്വഭാവം പറയും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോ തൊട്ട് കാണുന്നത് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് പോസിറ്റീവ് ഉണ്ടെങ്കിലും അറിയത്തില്ല. പുള്ളി ഇപ്പൊ ഇത്ര നാളുകൾ കൂടി വന്ന് ആദ്യമായിട്ട് കാണുമ്പം ഇവരെന്നാന്നുള്ളത് കൃത്യം അറിയാവുന്ന. എനിക്ക് തോന്നേ ഇവരിപ്പൊ എന്ത് തഗ് പറഞ്ഞാലും ഇപ്പം മിണ്ടത്തില്ല, സ്റ്റേജിൽ പോയാലായിരിക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. അല്ലാണ്ട് നോർമലി ഇവർ അങ്ങനെ വലിയ സംസാരം കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ മരണം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ആ പടം സ്റ്റക്ക്. നിങ്ങൾ എങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആള് സ്റ്റേജിൽ കയറുമ്പോഴാണോ ആ ഒരു പൈസ കിട്ടണ്ടായിരുന്നു? നമുക്ക് ഈ പ്രായം ആയതുകൊണ്ടായിരിക്കും പൈസയോട് അങ്ങനെ ഇതില്ലായിരുന്നു. നമുക്ക് അവര് ചിരിക്കുന്ന കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ്. ഞങ്ങള് കാരണമാണല്ലോ അവര് ചിരിക്കുന്നത്, പിന്നെ ഇനി ചിരിപ്പിക്കാൻ തോന്നും. സ്റ്റേജിൽ ഈ പെർഫോം ചെയ്യുമ്പോഴേ എപ്പോഴും നമ്മൾ കോമഡി കൈകാര്യം ചെയ്യുമ്പോൾ സ്റ്റേജിൽ എത്തുമ്പോൾ ചിലപ്പോൾ പാളിപ്പോവാ. 100% പാളിപ്പോവാനായിരിക്കും സാധ്യത. പക്ഷെ നമ്മൾ കയ്യിൽ നിന്നിട്ടിട്ട് ചിലപ്പോ പാളിപ്പോവാതെ ഇതിനൊന്നും ചിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് ചിരിച്ച സീനുകളുണ്ടോ? കയ്യിൽ നിന്നിട്ട് എനിക്ക് ചിരിച്ചിട്ടുണ്ട്. അത് പിന്നെ അവർക്ക് പിടി കിട്ടും. കൈ നിട്ടതാണ്. പിന്നെ അപ്പൊ നമുക്ക് ആ സ്കിറ്റ് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. പകുതിക്ക് നിന്ന് കഴിഞ്ഞാൽ മൊത്തം പോകും. ഇതിൽ ഏറ്റവും കൂടുതൽ കഥകള് സ്പോട്ടിൽ ഉണ്ടാക്കുന്ന ആരാ? ഏതാ കഥകള് സ്പോട്ടിൽ ഉണ്ടാക്കുന്ന ആരാ? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവന്. പക്ഷെ കഥയൊന്നും ഉണ്ടാക്കാനുള്ള സംസാരിക്കും ഇവൻ നല്ലതായിട്ട്. പക്ഷെ ഈ സംസാരിക്കുന്നതിന്റെ ഇടയില് ഒരു ഷൂട്ട് എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ വായുന്ന വെല്ലം നല്ല താങ്ങ് വരത്തുള്ളൂ. അച്ചു ഒത്തിരി അച്ഛനെ വെളിന്നാരെല്ലാം വിളിച്ച അച്ചു നാളൊക്കെ ഈ ഫാൻസിനൊക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യണേ? ഒത്തിരി ഫാൻസ് മെസ്സേജ് അയക്കുന്നുണ്ടാവല്ലോ. ഇല്ലാന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടേക്കുന്ന ഫോർ എൻക്വയറി കാവ്യ. എനിക്കാ വരുന്നത്, എന്റെ അടുത്ത പിന്നെ മെസ്സേജ് വരുന്നത്, ചേച്ചി ഒന്ന് പറയോ ഞങ്ങളുടെ മെസ്സേജ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാന്. എനിക്കാ മെസ്സേജ് വരുന്നത്, ചേച്ചി ഒന്ന് പറയോ ഞങ്ങൾ ഇവിടുന്നാണ് അവിടുന്നാണെന്നും പറഞ്ഞു. ഞാൻ ഇവന്മാരെ വിളിച്ചെന്നിട്ട് പറയും, എടാ ഇങ്ങനെ വന്നു. അത് കേക്കത്തില്ല. എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയങ്കര ഇനി ചെയ്യാനുണ്ടല്ലോ. ചുമ്മാ നടക്കുന്ന സുഖമല്ലേ. എല്ലാം എനിക്കാ വരുന്നത്. അതുകൊണ്ടാ ഫോർ എൻക്വയറി കാവ്യ ജോർജ് നിട്ടില്ല. അത് ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിന് കോള് വന്നാല് ഒരു കൊളാബ് ചെയ്യാൻ വന്നാല് ഞാൻ ഇതിന്റെ ഇടയിൽ കിടക്കും. ഞാൻ വേറെ എന്റെ പണിയായിട്ടിരിക്കുമ്പോഴും എനിക്ക് കോള് അന്ന് നേരിട്ട് സംസാരിച്ച് അതങ്ങ് ക്ലിയർ ഔട്ട് ചെയ്താല് പേഴ്സണൽ മാനേജർ ഞാൻ പറയും, ഞാൻ അവസാനം അവർക്ക് നമ്പർ കൊടുക്കും, നിങ്ങൾ തന്നെ എന്ന് സംസാരിക്കുന്നത്. നമ്മളിടയിൽ നിൽക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞു തിരിഞ്ഞു വരുമ്പം മാറിയും പോകും. ഇവർക്ക് അത് ഏറ്റെടുക്കാനും മേല
അവരൊട്ട് ഇവരോട് സംസാരിക്കത്തുമില്ല. ഇതെല്ലാം എന്റെ തലയിൽ കൂടെ തന്നെ. ഞാൻ അവസാനം നമ്പർ കൊടുക്കും, ഇവന്റെ കൊടുക്കും, അവനെ കൊടുത്തിട്ട് കാര്യമില്ല. അതൊന്നും കുറെ പേരും ഞങ്ങളുടെ അടുത്ത് സംസാരിക്കത്തില്ല. പിള്ളേരാ, ഇവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാവോ, അത് ഞങ്ങൾ മുതലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരും വിളിക്കുന്നില്ല.